आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. सुधीश पचौरी द्वारा लिखा व्यंग्य रचना स्त्री जो एक त्वचा है. पिछले कक्षा में हमने पढ़ा था कि पुराने ज़माने में आंखों की नज़र, केशों की चमक और मजबूती गालों की लाली पर जोर देती थी. आज देह यानी त्वचा कैनवास बना दिया है. प्रसाधन सामग्री का सबसे बड़ा लक्ष्य आज स्त्री है. स्त्री त्वचा मात्र बना दी गई है. 50 वर्ष पहले अमेरिका, यूरोप के देह क्रांति अब हमारे समाज में घट रही है. आज हर चेहरा एक सा नज़र आता है. आज मनुष्य और उपलब्धि दिखने से जोड़ दिया है. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ത്രീ വെറും ഒരു ചർമ്മം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചു. പണ്ട് കാലത്ത് കണ്ണിൻ്റെ ഭംഗിയും മുടിയുടെ തിളക്കവും അതുപോലെ ശക്തിയും കവിളും അതിനൊക്കെയായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. ഇന്ന് ദേഹം അല്ലെങ്കിൽ ചർമ്മം ഒരു ക്യാൻവാസായി മാറിയിരിക്കുകയാണ്. ചമയ വസ്തുക്കൾ, സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീയാണ്. ഇന്ന് സ്ത്രീ വെറുമൊരു ചർമ്മമാക്കി മാറ്റിയിരിക്കുകയാണ്. 50 വർഷം മുമ്പ് അമേരിക്കയിലും യൂറോപ്പിലും നടന്ന ദേഹവിപ്ലവം, ശരീരവിപ്ലവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് എല്ലാ മുഖങ്ങളും ഒരുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. സൗന്ദര്യമുള്ളവരും സൗന്ദര്യമില്ലാത്തവരും. ഇന്ന് മനുഷ്യൻ തൻ്റെ സക്സസ്സും നേട്ടവും എല്ലാം പെടുന്നത് അതിലാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. अगले भाग की ओर चलते हैं. त्वचा और चेहरे के सौंदर्यीकरण की इस मुहिम की सबसे बड़ी शिकार स्त्री है. സ്കിന്നിൻ്റെയും മുഖത്തിൻ്റെയും ചർമ്മത്തിൻ്റെയും മുഖത്തിൻ്റെയും സൗന്ദര്യകാന്തിയുടെ ഈ ക്ലേശകരമായ ഈ ഒരവസ്ഥയുടെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് സ്ത്രീയാണ്. പുതിയ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ എന്നത് സ്ത്രീയാണ്. നയ സൗന്ദര്യശാസ്ത്രಕ್ಕೆ सबसे बड़ा शिकार आज स्त्री है. से मानवीयत में बदल दिया गया है. स्त्री की आकर्षक वस्तुआकी स्त्री बदल दिया गया है. स्त्री को एक तक यहाँ तक कि विज्ञापन में ഇന്ന് എല്ലാ ടയറിൻ്റെ പരസ്യമായിക്കോട്ടെ, पेंट हर विज्ञापन में टायर हो, हर विज्ञापन में वही विक्रेता, वही सेलर, വിക്രേത എന്ന് പറഞ്ഞാൽ സെല്ലർ, ബയേഴ്സും की तरह हैं. സ്ത്രീ ആണ്. സ്ത്രീക്ക് എന്തോ കൂടുതൽ
ഉണ്ട് എന്നതിൽ ഉപയോഗിക്കുന്നത്. മാത്ര ഉപലബ്ധി ഹെ എന്ന് പറയുന്നത് മാത്രം ഒരു നേതി ഹെ स्त्री जाति सबसे बड़ा औजार വലിയ ആയുധമാണ് औजार हथियार। इसलिए भी शायद स्त्रियों का होना आसानी से ढेर हो जाता है കാണിക്കുന്നത് കൊണ്ട് കസ്റ്റമേഴ്സ് ആകർഷിക്കപ്പെടുന്നു. ഉപഭോക്താവും कस्टमर्स इसमें आकर्षित के वजह से ने स्त्री देह को आकर्षित സൗന്ദര്യ സ്ത്രീയുടെ ശരീരം കൂടുതൽ സൗന്ദര്യം നിർമ്മിച്ച് കാണാറുണ്ട്. रोशन का पर टांग दिया जाता है, कहा जा सकता है. നമുക്ക് പറയാൻ സാധിക്കും. ആകർഷകയാക്കിയിൽ തൂക്കിയിടുന്നത് सच के प्रति तमाम परंपरागत बोध प्रतिक्रिया ने उतना झड़का ഒരു നിയമത്തിനും സാധിച്ചിട്ടില്ല. उतना झटका नहीं दिया जितना സത്യത്തിന്റെ സൗന്ദര്യം നൽകി മറ്റൊരു स्त्री के आंदोलन ने उतना പരസ്യങ്ങൾ നൽകിയ स्त्री കാണിക്കാം. विज्ञापनों में स्त्री को बनाते हुए उसके സ്ത്രീയെ പുതിയ സൗന്ദര്യം ചൂഷണത്തിന്റെ പുതിയ മേഖല പരസ്യങ്ങളുടെ പുതിയ ചൂഷണവും മേഖല
एक नया क्षेत्र भी, किंतु ये भी सच है कि പക്ഷേ ഇങ്ങനെയാണ് കൃത്യമാണ് ഉയർന്നു. ഒരുപാട് പരിമിതികൾ പണ്ട് ഇറങ്ങിച്ചെല്ലാൻ पुराने ज़माने में निकलते थे. ദാവേദാരി എന്ന് പറഞ്ഞാൽ അവകാശം സ്റ്റാറ്റസ് ഇന്ന് ഉയർന്നിട്ടുണ്ട്. स्त्री की छवि स्त्रियों को में किसी हद तक മതത്തിൻ്റെ കടന്നു വരവോടുകൂടി ഇന്ന് കാണാനായിട്ട് സാധിക്കും. സൗന്ദര്യം കൊണ്ട് സാധിച്ചതാണ് ഇയാൾ ചൂഷണം ചെയ്യുന്നത്. जिन समाज में वहाँ स्त्री छवि के को देखा जा सकते उपद्रव पैदा करते हैं ദൃഷ്ടികോൺ കാഴ്ചപ്പാട് തന്നെ മാറ്റിയിരിക്കുന്നത്. പർദാ സിസ്റ്റമൊക്കെ നിലനിന്നിരുന്നു. ഇന്ന് അതൊക്കെ ഇല്ലാതാക്കാൻ ഈ പുതിയ സൗന്ദര്യശാസ്ത്രത്തിന് സാധിച്ചു. ഒരു ആഘാതമാണ് നൽകിയിരിക്കുന്നത്. समाज में एक नया उपद्रव पैदा करते हैं और दृष्टिकोण बदलते हैं. ഇന്ന് പരസ്യം സമൂഹത്തിൽ പുതിയ ഉപദ്രവമാണ് ഉടലെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആളുകളുടെ കാഴ്ചപ്പാടും ഇന്ന് മാറ്റിയിരിക്കുന്നു. प्रसाधन सामग्री की क्रांति ने हमारे समाज के लगभग सभी स्तरों को चपेट में लिया है. സൗന്ദര്യ ഉൽപ്പന്നങ്ങളുടെ ഈ വിപ്ലവം നമ്മുടെ സമൂഹത്തിൽ ഏകദേശം എല്ലാ മേഖലയും, സ്തരോ എന്ന് പറഞ്ഞാൽ മേഖല, പിടികൂടിയിരിക്കുകയാണ്. चपेट में ले लिया है, अपने चपेट में ले लिया है. की क्रांति ले लिया है, अपने मुट्ठी में है. भर के सौंदर्य शास्त्र ने भले कर पुरातन आत्मा ने स्त्री को एक कृत्रिम व्यक्ति, लाजवंदी की लाज को बंधन नहीं मानता. പണ്ടുകാലത്ത് സ്ത്രീക്ക് ഒരുപാട് ലജ്ജ ഉണ്ടായിരുന്നു. പണ്ടുകാലത്തെ സൗന്ദര്യശാസ്ത്രം ലജ്ജയോടുകൂടിയുള്ള സൗന്ദര്യശാസ്ത്രമായിരുന്നു. ഇന്ന് സ്ത്രീക്ക് ലജ്ജ മാറിയിരിക്കുകയാണ്. ഇന്ന് കൃത്രിമ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. सूर्यपक्षा की लाजवंदी की लाज को बंधन नहीं मानता. ഇന്ന് ലജ്ജയുടെ ആ ബന്ധനത്തിലല്ല സ്ത്രീ. ലജ്ജ പുരാനെ ജമാനെ മേ
अपने अपने सौंदर्य को दिखाना, आज वो लज्जा नहीं है. പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ സൗന്ദര്യം കാണിക്കാൻ തൻ്റെ മുഖം കാണിക്കാനില്ല. മാനത്തെ हैं. ഇന്ന് ഇതാണ് नाक बो सिकोड़े चिड़े एक नया रूप सौंदर्य एक सामान्य नहीं बने. ने मिलकर हमें പരസ്യം അല്ലെങ്കിൽ പുതിയ രൂപ സൗന്ദര്യമാണ് നിങ്ങളും साधारण रिश्ते अभी आकर्षक स्त्री हमारे पास हो जो हम वैसा कभी नहीं कर. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും പക്ഷെ നമ്മളൊരിക്കലും അങ്ങനെ പറയില്ല. मन ही मन हम चाहते हैं कि वो आदर्श स्त्री हमारे पास हो जो एक महक में नहा रही है, किंतु प्रकृतः हम वैसा कभी नहीं कहते. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളൊരിക്കലും അത് പറയില്ല. हम इस नए रूप सौंदर्यवाद के शिकार हो चुके हैं. നമ്മൾ ഈ പുതിയ രൂപ സൗന്ദര്യവാദത്തിൻ്റെ शिकार ഇരകളായി മാറിയിരിക്കുകയാണ്. वो इतना हावी है कि विवाह से पहले या पार्टी में जाने से पहले हम ब्यूटी पार्लर जाते हैं और പോവുകയാണെങ്കിൽ അതിന് മുന്നേ ആയിട്ട് നമ്മൾ സുന്ദരനാവും, വളരെ സുന്ദരിയായിട്ടാണ് നമ്മൾ शादी के यानी മുന്നേ മുന്നേ ആയിട്ട് നമ്മൾ ബ്യൂട്ടി पार्लर जाते हैं के लिए. नए सौंदर्य शास्त्र ने सिद्ध किया है. ഒരേ തെളിയിച്ചിരിക്കുകയാണ്. सौंदर्य को ही एकमात्र चुपके से बहुत दूर तक स्वीकार भी कर लिया है. ഈ പുതിയ സൗന്ദര്യശാസ്ത്രത്തെ നമ്മുടെ സമൂഹം സ്വീകരിച്ചിട്ടുമുണ്ട്. जितना आकर्षक आज हमारे समाज में ग्लैमर और चकाचौंध का है उतना चिंतन और विचार का नहीं है. എത്രത്തോളം എത്രത്തോളം ആകർഷണം നമ്മുടെ സമൂഹത്തിൽ ഗ്ലാമറിനും അതുപോലെ തിളക്കത്തിനും ചക്കാവച്ചത് മിന്നുന്ന തിളക്കം, ആ ആകർഷണം നമ്മുടെ ചിന്തയ്ക്കോ വിചാരത്തിനോ ഇല്ല.
ഇരിക്കുകയാണ്. बहुत आकर्षित हुआ. तो ये नए किया है, इस नए को शोषण करते हैं यानी कोशिश करते हैं तो ये स्त्री जो एक त्वचा है नाम के ये पाठ भाग अच्छी तरह समझ में आए हैं. धन्यवाद.